മൂമെന്റ്സ് ബൈ അഞ്ജലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ വെയിറ്റ് നോക്കിയപ്പോൾ 1 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റ് ആക്കി. അത് കഴിഞ്ഞപ്പോൾ സൺഡേ അല്ലേ എന്ന് വെച്ചിട്ട് ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയേ. പിന്നെ ഒരു നാടൻ കോഴിയും വാങ്ങി. ഇത് നമ്മുടെ നെയ്ബേഴ്സാണ് കേട്ടോ, രാജ് ചേച്ചി, രതീഷേട്ടനും കാർത്തിയും. നാടൻ കോഴീനെ കിട്ടിയപ്പോൾ തൊട്ട് കാർത്തി ആ കോഴീനെ മാക്സിമം അവൻ എന്തൊക്കെ ശല്യം ചെയ്യാവോ അത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഒറ്റയ്ക്ക് ഞായറാഴ്ചയായിട്ട് ബോറടിച്ചിരുന്നത് കൊണ്ട് ആ കോഴീനെ കിട്ടിയപ്പം ഇന്നത്തെ ഒരു ദിവസം അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രതീഷേട്ടൻ വേഗം ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് അതിനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ പപ്പും പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ഗീ റൈസ് ആക്കുമായിരുന്നേ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് രാജേച്ചിക്കും കുറച്ച് തിരക്കായിരുന്നു. കാർത്ത് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ, പള്ളിച്ചട്ടമ്പ് സിനിമയിലെ സോങ്ങിലൊക്കെ അവനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഇതേ ചിക്കനൊക്കെ റെഡിയാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ വറുത്തരച്ചു, തേങ്ങ മല്ലിയൊക്കെ കൂടി വറുത്തരച്ച് വെക്കുമ്പോഴാണല്ലോ നാടൻ ചിക്കന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഗീ റൈസും നാടൻ കോഴിയൊക്കെ കൂട്ടി അങ്ങ് കഴിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ വേഗം പണിയൊക്കെ തീർത്ത് ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ടുണ്ട് ജെയ്സി വന്നിട്ടുണ്ടായിരുന്നേ. എന്നാൽ പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞൊരു സ്ഥലം വരെ പോകാമെന്ന് കരുതി. അങ്ങനെയാണ് ജെയ്സി വന്നത്. ജെയ്സിക്ക് തൊടുപുഴ ഒരു കല്യാണം ഉണ്ടായിരുന്നു. നമ്മുടെ ഐറിസ് ഫാഷൻ്റെ സാരിയാണ് കേട്ടോ കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജെയ്സിയും കൂടെ പയ്യെ റെഡിയായിട്ട് മഴ പെയ്താലോ എന്ന് ഓർത്ത് കോട്ടൊക്കെ എടുത്താൽ കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു.